ഒരു രൂപീകരണത്തോട് തന്നെയായിരുന്നു ബേബി സഖാവിൻ്റെ കോളേജ് പഠനകാലവും തുടങ്ങുന്നത്. ഇപ്പം കൊല്ലം എസ് എൻ കോളേജിൽ പഠിക്കാൻ വരുന്ന സമയത്ത് KSUവിൻ്റെ ഒരു ഉഗ്രപ്രതാപ കാലമാണെന്ന് പറയാം. അപ്പോൾ അന്ന് ഇപ്പം നമ്മളുടെ മുമ്പിലിരിക്കുന്ന MA ബേബി വളരെ സൗമ്യനും ഒക്കെ ആയിട്ടുള്ള ഒരു വ്യക്തിത്വമാണ്. പക്ഷേ എസ് എൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഒരു KSUവിൻ്റെ 6 അടി ഉയരമുള്ള ഒരു പിച്ചാത്തി പെക്കാസ്റ്റിനോ അങ്ങനെ എന്തോ ഒരു പിച്ചാത്തി പ്ലാസിഡിനെ അദ്ദേഹം ഒരു ടെററായിരുന്നു ആ കോളേജിലെ വിദ്യാർത്ഥികളെ എല്ലാം പേടിപ്പിച്ചിരുന്ന ഒരാളാണ്. ആണോ? ഉറപ്പിച്ചൊരു കാര്യം, പിന്നെ അവിടെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിയാണ്. ആ സംഭവങ്ങൾക്ക് പല തലങ്ങളുണ്ട്. നമ്മൾ എങ്ങനെ ഒരു സാഹചര്യത്തോട് പെരുമാറണമെന്നുള്ളത് നമ്മൾ മാത്രം തീരുമാനിക്കുന്നതല്ല. നമ്മൾ ആരൊക്കെയായിട്ടാണോ ഇടപെടുന്നത്, അവരെങ്ങനെയാണ് നമ്മളോട് പെരുമാറുന്നത് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പോൾ ഭാഷയുടെ പ്രയോഗം, നമ്മൾ സൗമ്യമായിട്ട് സംസാരിക്കുന്നു, ചിലപ്പോൾ നമുക്ക് വളരെ ഷാർപ്പായിട്ട് അർത്ഥമുറിച്ച് ശക്തമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ച് പറയേണ്ടി വരും. അങ്ങനെയുള്ള ചില ഘട്ടങ്ങളിൽ തെറി പറയുന്നവരുണ്ട്. പക്ഷേ ഒരു സാഹചര്യത്തിലും തെറി പറയാം എന്ന് ഞാൻ കരുതുന്നില്ല. തെറി വാക്ക് ഉപയോഗിച്ചു, ശക്തമായ വാക്കുകൾ ഉപയോഗിക്കാം. ഇതിപ്പോൾ സംഘടനത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഈ പറഞ്ഞത് ശരിയാണ്. ശാസ്താംകോട്ട ദേവസ്വം ബോർഡ് കോളേജിൽ പഠിച്ചിരുന്നയാളാണ് ഈ പ്ലാസിഡ്. പുള്ളിയുടെ അപരനാമധേയമാണ് പിച്ചാത്തി പ്ലാസിഡ് എന്നുള്ളത്. അപ്പോൾ SN കോളേജിലെ SFI വളർന്നുകൂടാ, SFI അടിച്ചൊതുക്കണം. അതിനുവേണ്ടി സ്റ്റുഡൻസിനെ ഓരോ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് ഓരോ കോളേജിലാക്കുന്ന പോലുള്ള ഏർപ്പാടുകളെന്ന് ഉണ്ട്. അങ്ങനെ വന്ന ആളാണ് ഈ പ്ലാസിഡ്. ചുരുക്കി പറഞ്ഞാൽ കോളേജിലേക്ക് വന്ന SFIയുടെ ഒരുപാട് സഹാക്കളെ ഇവർ ചേർന്ന് അടിച്ച് മാരകമായി പരിക്കേൽപ്പിച്ചു. അപ്പോൾ അത് തിരിച്ച് ചോദിച്ചേ പറ്റൂ. തിരിച്ച് ചോദിച്ചില്ലെങ്കിൽ പിന്നെ SFIക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അങ്ങനെ തിരിച്ചു ചോദിക്കാൻ വേണ്ടി വേറെ എവിടെന്നെങ്കിലും ആളുകളെ ഇറക്കുമതി ചെയ്യുന്ന രീതി അന്ന് SFIക്ക് ഇല്ല. അപ്പം അടികൊണ്ട് ചിതറിപ്പോയ സഹാക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി എവിടെയാണ് പ്ലാസിഡും സംഘവും എന്ന് അന്വേഷിച്ച് ഞങ്ങൾ പോയി. ഞാൻ ഉൾപ്പെടെയുള്ളവർ പോയി. അപ്പം പിച്ചാത്തി പ്ലാസിഡാണ്, അയാളുടെ ഈ പിച്ചാത്തി ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് കരുതലോട് കൂടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും എൻ്റെ ഓർമ്മയിൽ അതുണ്ട്. ഇവർ കോളേജ് ഓഫീസിൽ കയറി വലിയ കഥകളൊക്കെയാണ്. പഴയ കാലത്ത് ആർ ശങ്കർ നിർമ്മിച്ച വളരെ ദൃഢമായിട്ടുള്ള കോളേജാണ് കൊല്ലം എസ് എൻ കോളേജ്. അതിന് ആർ ശങ്കർ കോൺഗ്രസ് നേതാവായിരുന്നെങ്കിലും അത് അഭിനന്ദനം അർഹിക്കുന്നു. വലിയ വിശാലമായ ക്ലാസ് മുറികളൊക്കെയാണ് എസ് എൻ കോളേജ്. അപ്പോൾ ഞങ്ങൾക്ക് വിവരം കിട്ടി ഈ ഓഫീസ് മുറിയിലുണ്ട്. അപ്പോൾ ഓഫീസ് മുറി അകത്ത് തടഞ്ഞിരിക്കുകയാണ്, പക്ഷെ തുറന്ന് അകത്തേക്ക്. അപ്പോൾ ഇരുട്ടാണ്. ഞാൻ കാണുന്നത് ഇയാളുടെ പിച്ചാത്തിയുടെ തിളക്കമാണ് എൻ്റെ നേരെ വരികയാണ് ഈ അലമാരികളുടെ ഇടയിൽ നിന്ന്. അപ്പം ആ പിച്ചാത്തി കൊണ്ട് ഒന്നുകിൽ കുത്തുകൊണ്ട് ഞാൻ മരിക്കുക, അതല്ലെങ്കിൽ പ്ലാസിഡിന് കുത്താൻ കഴിയാതാക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്ലാസിഡിന് കുത്താൻ കഴിഞ്ഞില്ല. പ്ലാസിഡ് അവിടെ നിന്ന് ഇറങ്ങി ഓടി. ഇപ്പോഴത്തെ ഈ പീരങ്കി മൈതാനം അവിടേക്കാണ് ഓടുന്നത്. പിന്നാലെ ഞങ്ങളല്ല, പ്ലാസിഡ് മാത്രം ഒരു കൂട്ടം ആളുണ്ട്. ആ പിന്നാലെ ഓടുന്ന കൂട്ടത്തിൽ പിന്നീട് IPS കിട്ടി കുറച്ച് വിവാദങ്ങളിലൊക്കെ പെട്ട K നടരാജനും ഉണ്ട്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? എന്താ വിവരാവകാശ കമ്മീഷനൊക്കെ ആയിരുന്നിട്ട് പിന്നെ രാജിവെക്കേണ്ടി വന്നു. പുള്ളി തന്നെ ഒരു വിവാദത്തിൽ പോയിട്ട്, എൻ്റെ സുഹൃത്താണ്, പെട്ടിട്ട് തോയ്യാതിരിക്കുകയാണ്. ഓടുന്നതിനിടയിൽ ഏറുകൊണ്ട് പ്ലാസിഡ് വീഴുകയാണ്, അവിടെ വീഴുകയാണ്. അപ്പം ഈ അടികൊണ്ട് പ്ലാസിഡിൻ്റെ അടികൊണ്ട് പൊട്ടി വിളിച്ച ശരീരമായിട്ട് വരുന്ന കുട്ടികളാണ്. അവരെല്ലാം കൂടെ പെരുമാറുകയാണ്. വിട് എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. കാര്യം നമ്മൾ തിരിച്ചു ചെയ്തു. നടരാജൻ്റെ സന്ദർഭോചിതമായ ഇടപെടലാണ്. നടരാജൻ മാറിയിടാന്ന് പറഞ്ഞിട്ട് അട്ടഹസിച്ചിട്ട് നമ്മുടെ സാക്കിളെല്ലാം പിടിച്ചു മാറ്റി പുറത്ത് കിടന്ന് അയാളെ സംരക്ഷിക്കുകയാണ്. അതാണ് അന്നത്തെ SFI. എന്നിട്ട് അയാൾ ആശുപത്രി കൊണ്ടുപോകാൻ. അല്ലെങ്കിൽ ഞങ്ങളെ കൊല്ലാൻ പിച്ചാത്തിയുമായിട്ട് വന്ന പ്ലാസിഡിന് മറ്റെന്തെങ്കിലും സംഭവിക്കുമായിരുന്നു അവിടെ. അങ്ങനെയാണ്. പിന്നെ ഇപ്പോൾ ഉണ്ടോ? അത് യഥാർത്ഥത്തിൽ അന്വേഷിക്കാൻ ഈ സംഭവം നടരാജനോട് ചോദിച്ചാൽ ഈ കാര്യങ്ങൾ പറയും. പിന്നെ RS ബാബു. പക്ഷേ ഇവർ ചോദിച്ചതിക്ക് ഇവർ പത്രക്കാരായതുകൊണ്ട് ഇവർ തന്നെ അന്വേഷണം ഓടിക്കണം. അല്ല, അവിടെ സൗമ്യനായിട്ടുള്ളൊരു ബേബി ആയിരുന്നില്ല എന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. എന്നാൽ ഞങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഞങ്ങളെ അടിച്ച് ഞങ്ങളുടെ SFIയുടെ സഹാക്കളെ കൊല്ലാൻ വേണ്ടി പിച്ചാത്തിയുമായിട്ട് വന്ന പ്ലാസിഡ് അതിൽ ഭാഗികമായിട്ട് വിജയിച്ച് എല്ലാവരെയും തല്ലി വീഴ്ത്തിയിട്ടാണ് പ്ലാസിഡ് സംഘവും മാറിയത്. അപ്പം തന്നെ അവരോട് ഇത് ചോദിച്ചിട്ട് പിന്നെ മറ്റു കാര്യമുള്ളൂ എന്ന് പറഞ്ഞിട്ട് സഹാക്കൾ നീങ്ങി. എന്നാൽ ആ ചോദിക്കുന്നത് പരിധി കിടക്കുന്നു എന്ന് കണ്ടപ്പോൾ അത് തടഞ്ഞു. ഞങ്ങൾ തന്നെയാണ് തടഞ്ഞത്. തടഞ്ഞിട്ടാണ് അയാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത്.